ആൽബം ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട് സംവിധായകൻ വിപിൻ ലാലിനെതിരെ പരാതിയുമായി കഴിഞ്ഞ ദിവസം രേണുസുതി രംഗത്തെത്തിയിരുന്നു. ആൽബം ചിത്രീകരണത്തിനെന്നും പറഞ്ഞു തന്നെ വിളിച്ചുവരുത്തിയ ശേഷം അവർ മോശം ആംഗിളിൽ നിന്നും വീഡിയോ എടുത്തുവെന്നും ഭാഗ്യം കൊണ്ട് മാത്രമാണ് താനാമുറിയിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന ഗുരുതരമായ ആരോപണമാണ് രേണു സംവിധായകനും നിർമ്മാതാവിനുമെതിരെ ഉന്നയിച്ചത്. ഇതേ തുടർന്ന് സമൂഹത്തിലെ നാനാ ദിക്കുകളിൽ നിന്നും രേണുസുതിക്കു പിന്തുണയുമായി ഒരുപാട് പേർ വന്നിരുന്നു. എന്നാൽ ഈയൊരു അവസ്ഥയിൽ പോലും രേണുവിനെതിരായി സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്നത് ഒരാൾ മാത്രമാണ്. സീക്രട്ട് ഏജന്റ് എന്ന ചാനൽ നടത്തുന്ന സായി കൃഷ്ണ എന്ന വ്യക്തി. രേണുസുതി പറയുന്നത് മൊത്തം കള്ളമാണെന്നും അവർ പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുലമ്പുന്നത് എന്നുമാണ് ഇയാൾ പറയുന്നത്. എന്നാൽ സായി കൃഷ്ണയ്ക്കെതിരെ തക്കതായ മറുപടി കൊടുത്തുകൊണ്ട് എത്തിയിരിക്കുകയാണ് മലയാള സിനിമയിലെ പ്രമുഖ നടനായ ആസിഫ് അലി. പൊതുവെ സ്ത്രീപക്ഷ കാര്യങ്ങളിൽ അഭിപ്രായം പറയാറുള്ള ആസിഫ് അലി ഇപ്പോൾ രേണുസുതി വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് ആദ്യമായിട്ടാണ്. ആസിഫ് അലി പറഞ്ഞതിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: ഈ കണ്ടന്റ് താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോകാമെന്നും ഇതിൽ നിന്ന് നിങ്ങൾക്കൊന്നും കിട്ടാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സായി കൃഷ്ണ ആ വീഡിയോ ആരംഭിക്കുന്നത് തന്നെ. രേണുവിനോട് വളരെയധികം പുച്ഛത്തോടെ കൂടിയാണ് സായി കൃഷ്ണ ആ വീഡിയോയിൽ ഉടനീളം സംസാരിക്കുന്നത്. അല്ല, താങ്കളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, താങ്കൾക്ക് ആ സ്ത്രീയെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ താങ്കൾ എന്തിനാണ് ആ സ്ത്രീയെ പറ്റി ഇത്രയധികം വീഡിയോസ് ചെയ്യുന്നത്? കണ്ടന്റിനു വേണ്ടി നിങ്ങളെപ്പോലുള്ളവർ തന്നെയല്ലേ രേണുവിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്? താങ്കൾ തന്നെ ആ സ്ത്രീയെ പറ്റി ഒരു 100 വീഡിയോ എങ്കിലും ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. രേണുസുതിയെ പറ്റിയുള്ള വീഡിയോയാണ് ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി എന്ന് താങ്കൾ വലിയ ഗമയിൽ പറഞ്ഞാലും ഒരുപാട് ആളുകൾ ആ വീഡിയോ കാണുമെന്ന് താങ്കൾക്ക് അറിയാം. അതുകൊണ്ട് അത് വലിയ ത്യാഗമായിട്ടൊന്നും പറയണ്ട. അല്പം കൂടി മര്യാദയോടുകൂടി സ്ത്രീകളെ പറ്റി സംസാരിക്കുക. രേണു തനിക്ക് പറ്റിയ ഒരു ദുരനുഭവം വിവരിക്കുക മാത്രമല്ലേ ചെയ്തത്? തെറ്റായിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. തന്നോട് മോശമായി പെരുമാറിയവരെ രേണു ചൂണ്ടിക്കാണിച്ചു. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ഒരുപാട് വ്യാജ പരാതികൾ ഉന്നയിക്കാറുണ്ടെന്നത് സത്യം തന്നെയാണ്. എന്നാൽ രേണുസുതി ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് വ്യാജ പരാതിയല്ല, കൃത്യമായ തെളിവുകൾ സ്ക്രീൻഷോട്ട് സഹിതമാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. മാത്രമല്ല, രേണുവിനെ അറിയാവുന്ന എല്ലാവർക്കുമറിയാം അവർ ഒരു നിഷ്കളങ്ക സ്ത്രീയാണെന്ന്. അതുകൊണ്ട് തന്നെ ഇത്ര വലിയ വ്യാജ പരാതി കൊടുക്കാൻ മാത്രമുള്ള ഗട്സൊന്നും അവർക്കില്ല. അതുകൊണ്ട് രേണു വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഇത്തരത്തിൽ പറഞ്ഞത് എന്ന് താങ്കൾ പറഞ്ഞ ആ കാര്യം 4 മടക്കി പോക്കറ്റിൽ വെച്ചാൽ മതി. ആരും അത് വിശ്വസിക്കില്ല. യഥാർത്ഥത്തിൽ രേണുവിന് സംഭവിച്ച കാര്യം വെറുതെ തമാശയായി തള്ളിക്കളയാനുള്ളതല്ല, വളരെയധികം സീരിയസ് ആയി കാണേണ്ട പ്രശ്നമാണത്. ഒരാളുടെ സമ്മതമില്ലാതെ അയാളുടെ ഫോട്ടോ എടുക്കുന്നതും ശരീരത്തിൽ സ്പർശിക്കുന്നതും കേൾക്കുമ്പോൾ തന്നെ പേടിയാകുന്നു. എന്തോ ദൈവകൃപ ഉള്ളതുകൊണ്ട് മാത്രമാണ് രേണുവിന് ആ സമയം മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ തോന്നിയത്. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് സായിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? നമുക്ക് വേണ്ടപ്പെട്ടവർക്കാണ് ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ കണ്ടുനിന്ന് ചിരിക്കുമോ എന്നും ആസിഫ് അലി ചോദിച്ചു.